പ്രഗത്ഭരായ മതനിരപേക്ഷവാദികളാണ് മുഴുവൻ CPM-ൻ്റെ നേതാക്കന്മാരും. അവരിൽ നന്നായി സംസാരിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, നല്ല നേതൃപാഠവുമുള്ളവരുണ്ട്. അവരെപ്പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിലസി നിൽക്കുന്നത് ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് RSSനെയും BJP-യെയുമാണ്. 2026 എന്നല്ല, കേരളത്തിൽ BJP ഒരു കാലത്തും അധികാരത്തിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വരാജ് കേരളത്തിൻ്റെ മതനിരപേക്ഷ നാവാണ്. സ്വരാജിൻ്റെ പ്രസംഗങ്ങളാവട്ടെ, എഴുത്താവട്ടെ, എല്ലാം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ചാപ്പകുത്തി അല്ലെങ്കിൽ സീലുകുത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ ഡൽഹിയിലെ ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം, ലീഗ് വളരെ ആറ്റുനോറ്റ് സംഘടിപ്പിച്ച പരിപാടിയാണത്. ആ പരിപാടിയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നേതാവും തിരിഞ്ഞു നോക്കാതിരുന്നത് ലീഗിനോട് ആത്യന്തികമായി കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഏതൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ അവർക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കും, ആ നിമിഷം അവർ മുസ്ലിം ലീഗിനെ ഒഴിവാക്കും. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടകളെ കടപുഴക്കി വീഴ്ത്തി തുടങ്ങിയ വീറുറ്റൊരു പോരാട്ട ചരിത്രമാണ് KT ജലീലിനുള്ളത്. എക്സ്പ്രസ് കേരളയ്ക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കാണുക. ഡോണ്ട് മിസ് ഇറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ മൂന്നാമതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥായിയായ വികസന പ്രവർത്തനങ്ങൾ, ഒരു മഹാവിപ്ലവം തന്നെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവീഥിയിൽ നടന്നു എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. 5 വർഷങ്ങൾ കൂടുമ്പോൾ സർക്കാരുകൾ മാറുന്നത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്ന് 2 വർഷം തുടർച്ചയായി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു 3-ാം തവണ കൂടി ഇടതുപക്ഷത്തിന് അധികാരം ലഭിച്ചാൽ കേരളത്തിൽ അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കി ജനങ്ങൾക്ക് അത് അനുഭവേദ്യമാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ വിജയിപ്പിക്കും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഐക്യമില്ല, അവർക്ക് വ്യക്തമായിട്ടുള്ള നയങ്ങളില്ല, പരിപാടികളില്ല. മതാന്ധതയുടെ ശക്തികളും വർഗീയ ശക്തികളും അവരെ പല ഘട്ടങ്ങളിലും സ്വാധീനിക്കുന്നു. എല്ലാ അത്തരത്തിലുള്ള ആളുകളും നേതാക്കളും വർഗീയമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളും UDF ഭരണകാലമാകുമ്പോൾ സ്വൈരവിഹാരം നടത്തുന്നതാണ് കേരളത്തിൻ്റെ മുന്നനുഭവങ്ങൾ. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരാളും രംഗപ്രവേശം ചെയ്യുന്നില്ല. അവരെല്ലാം ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ആ മാളത്തിൽ നിന്നവർ പുറത്തു വരിക UDF എങ്ങാനും അധികാരത്തിൽ വരുമെങ്കിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ മതാന്തരീക്ഷം, കലാസാംസ്കാരിക രംഗം, സ്ഥായിയായ വികസന പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ തന്നെ സെക്കുലറിസത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു വല്ലാത്ത നിർവൃതി നമുക്ക് ഇടതുപക്ഷ ഭരണത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവരുടെ പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സമയബന്ധിതമായി അവർക്ക് കൊടുക്കാനും സമയാസമയങ്ങളിൽ അതിൽ വേണ്ട പരിഷ്കരണങ്ങൾ വരുത്താനും LDF സർക്കാരാണ് എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾക്കറിയാം. 2011-16 കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന UDF അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേവലം 600 രൂപയായിരുന്നു അന്ന് ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ പോലും 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് അവർ പോയത്. ആ 1600 രൂപയാക്കി ഉയർത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. അത് മാസാമാസങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്തിക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ
എ മുതൽ സെഡ് വരെയുള്ള വികസന കാര്യങ്ങൾ, കലാസാംസ്കാരിക പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്ന വലിയ വിപ്ലവങ്ങൾ, ഇതെല്ലാം തന്നെ സാധ്യമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഒരു മൂന്നാം ചാൻസ് കൂടുതലാണ് കേരളത്തിൽ. പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പദ്ധതിയാണ് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേയുടെ വികസനം അത് കേരളത്തിൽ നടക്കില്ല. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, 45 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത ടാസ്ക്കായിരുന്നു. ആ ഒരു ടാസ്ക് എത്ര ഭംഗിയായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കിയത്. 2500 ഏക്കറിലധികം ഭൂമിയാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുത്തത്. 22,000 കോടി രൂപയാണ് സ്ഥലത്തിന് മാത്രമായിട്ട് കൊടുത്തത്. അതിൽ 6,000 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ സംഭാവനയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മലബാറിൽ ഏതാണ്ട് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ശതമാനം നാഷണൽ ഹൈവേയുടെ വികസന പദ്ധതികൾ, വികസന പ്രവർത്തനം പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഇത് മാത്രമല്ല, വിഴിഞ്ഞം പോർട്ട്, ആ പദ്ധതിയെ അട്ടിമറിക്കാൻ UDF മത നേതാക്കന്മാരെയായിരുന്നു രംഗത്തിറക്കിയത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതും നിരവധി പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിച്ചതും യഥാർത്ഥത്തിൽ അവരുദ്ദേശിച്ചത് അവിടെ ഒരു വലിയ വെടിവെപ്പാണ്. അങ്ങനെ നിരവധി ആളുകളുടെ മരണമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളമാസകലം ഒരു പ്രക്ഷോഭം. അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന് കടിഞ്ഞാണിടുക എന്നുള്ളതായിരുന്നു, അതിന് സ്റ്റോപ്പ് ഇടുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടൊക്കെ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ അത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് ഹേതുവാവുകയുണ്ടായി. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ സർക്കാരിന് 2ാം ഊഴം കിട്ടിയതുകൊണ്ടാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ 350-400 കിലോമീറ്റർ ആയിരുന്നു അത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പവർ ഹൈവേ വലിക്കാൻ പല ആളുകളും സമ്മതിച്ചിരുന്നില്ല. വലിയ ലൈനാണ് വലിക്കുന്നത്, ഇലക്ട്രിക് ലൈൻ. അപ്പോൾ സ്വാഭാവികമായും അത് പലരുടെയും എസ്റ്റേറ്റുകളുടെയും മതസ്ഥാപനങ്ങളുടെ മുകളിലൂടെയും അവരുടെ എസ്റ്റേറ്റുകളിലൂടെയും ഭൂമികളിലൂടെയും ഒക്കെ ആയിരിക്കും. അങ്ങനെ അല്ലാതെ നമുക്ക് കേരളത്തിൽ വലിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിലാണ് അതൊക്കെ നിർത്തിവെക്കപ്പെട്ടിരുന്നത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം അത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ്, അത് തുടങ്ങി പൂർത്തിയാക്കാനുള്ള നടപടികളാണ് എടുത്തത്. അങ്ങനെ കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതുകൊണ്ടാണ് കടുത്ത ചൂടിലും നമുക്ക് പവർ കട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇടതുപക്ഷ സർക്കാർ അല്ലായിരുന്നു എങ്കിൽ കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം പിന്തിരിപ്പൻ ശക്തികളുടെ മുന്നിൽ UDF സർക്കാർ മുട്ടുമടക്കും, തർക്കമില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ മംഗലാപുരം മുതൽ കൊച്ചി വരെ, അതും നടക്കില്ല എന്നാണ് ആളുകളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അതും യാഥാർത്ഥ്യമാക്കിയത് ഇടതു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ഭൂമിക്കടിയിലൂടെ ഈ ലൈൻ വന്നാൽ ഭൂമി പൊട്ടിത്തെറിക്കും, ഹിരോഷിമയാകും, നാഗസാക്കിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വലിയ തോതിലാണ് ആളുകളെ UDF ഇളക്കിവിട്ട് അവർ രംഗത്തുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം കർക്കശമായിട്ടുള്ള നിലപാടുകളിലൂടെ, എന്നാൽ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം വ്യക്തമായും കൃത്യമായും നൽകി. അങ്ങനെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്താണ് ഈ പദ്ധതികളെല്ലാം, ഒരാളുടെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് നാഷണൽ ഹൈവേ ആയാലും കൊച്ചി ഇടമൺ പവർ ഹൈവേ ആയാലും വിഴിഞ്ഞം പോർട്ടായാലും ഗെയിൽ വാതക പൈപ്പ് ലൈനായാലും നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. നമ്മളുടെ പൊതുവിദ്യാലയങ്ങൾ വളരെ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാലം ഇത്രയും പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ഉണ്ടായിരുന്നില്ല, മലയാളം മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ കേരളത്തിൽ ഇന്ന് എല്ലാ ഹൈസ്കൂളുകളിലും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നല്ല ക്ലാസ് റൂമുകൾ വന്നു, നല്ല സംവിധാനങ്ങളുണ്ടായി. അപ്പോൾ 2 ബാച്ചുകളുണ്ടെങ്കിൽ, 2 ഡിവിഷനുകളുണ്ടെങ്കിൽ ഒന്ന് മലയാളം ബാച്ചും ഒന്ന് ഇംഗ്ലീഷ് മീഡിയം ബാച്ചും ആക്കാം എന്നുള്ള നിയമം പ്രാവർത്തികമാക്കപ്പെട്ടു. പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെട്ടതോടുകൂടി അൺഎയ്ഡഡ് സ്കൂളുകൾ കുറേയൊക്കെ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. നമ്മളുടെ നാടിൻ്റെ മതനിരപേക്ഷത പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് നമ്മളുടെ പൊതുവിദ്യാലയങ്ങളാണ്. പൊതുവിദ്യാലയങ്ങൾ ശുഷ്കമായാൽ, അത് കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടപ്പെട്ടാൽ നഷ്ടമാകുന്നത് നമ്മളുടെ സെക്കുലർ കൺസെപ്റ്റിനാണ്. ലക്ഷോപലക്ഷം കുട്ടികളെ, ഏതാണ്ട് 8 ലക്ഷത്തിലധികം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടതിലൂടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലെത്തിയത്. ഈ 8 ലക്ഷം കുട്ടികളെ മതനിരപേക്ഷതയുടെ പാതയിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പേരിലാകും പിണറായി സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക. ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം, മെഡിക്കൽ കോളേജുകൾ പുതിയതായിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചു തുടങ്ങി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ, എന്ന് വെച്ചാൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ സാധാരണ നമ്മളുടെ നാട്ടിൻപുറങ്ങളിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഉച്ചവരെ മാത്രമേ പ്രവർത്തിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ അവിടെ വരുന്ന രോഗികളെ പരിശോധിക്കാൻ നിയമിക്കുവാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് 1ാം പിണറായി സർക്കാരാണ്. അന്ന് തദ്ദേശ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ഇ വിനീതനാണ്. ഞങ്ങളാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്ന രോഗികളെ സർക്കാർ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പരിശോധിക്കാൻ പഞ്ചായത്തുകൾക്ക് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്ടറെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വെക്കാനുള്ള അധികാരം നൽകിയത്. അതോടുകൂടി വൈകുന്നേരം വരെ 2 മണി മുതൽ 6 മണി വരെ നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ മുന്നിൽ തുറന്നിടപ്പെട്ടു. 150ഉം 200ഉം രോഗികളാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മളുടെ പല ആശുപത്രികളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ വികസന മുന്നേറ്റ വഴിയിലെ നാഴികക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2026 BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാണ് അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഉള്ളൊരു അഭിപ്രായം എന്താണ്? 2026 എന്നല്ല, കേരളത്തിൽ BJP ഒരു കാലത്തും അധികാരത്തിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ BJPയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരല്ല. BJPയുടെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമാണ്. അത് പലരെയും ഒറ്റപ്പെടുത്തി നാടുകടത്തുന്നതിൻ്റെ രാഷ്ട്രീയമാണ്. ആ ഒരു രാഷ്ട്രീയത്തോട് കേരളം എക്കാലത്തും വിയോജിച്ച് നിന്നിട്ടേ ഉള്ളൂ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അവ ശക്തിപ്പെടുന്നിടത്തോളം കാലം BJPക്ക് കേരളത്തിൽ അധികാരത്തിലെത്തുക എന്നുള്ളത് വളരെ വലിയ ഒരു കടമ്പയാകും. കേരളത്തിൽ നാമമാത്രമായിട്ടുള്ള സീറ്റുകൾ പോലും BJPക്ക് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടായിരുന്ന ഒരു സീറ്റും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ശിവൻകുട്ടി പൂട്ടുന്ന നിലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJPക്ക് ഏറ്റവും കൂടുതൽ വളർച്ച കൈവന്ന കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവരുടെ ഗ്രാഫ് താഴേക്ക് പോകാനാണ് എല്ലാ സാധ്യതകളും. ഒന്നാമതായി, വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാക്കന്മാരുടെ അഭാവം BJPയെ കേരളത്തിൽ അലട്ടുന്നു. വ്യക്തിശുദ്ധിയും അതുപോലെ ധാർമ്മികതയും സാമ്പത്തികമായിട്ടുള്ള സത്യസന്ധതയും പുലർത്തുന്ന BJP നേതാക്കന്മാരുടെ എണ്ണം തുലോം കുറവാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോവില്ല. BJPയുടെ മതാന്ധതയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയം കേരളം ഒരു ഘട്ടത്തിലും അംഗീകരിക്കില്ല. 2026 എന്ന് മാത്രമല്ല, ലോകാവസാനം വരെ BJP കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്, ഇല്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പേരുണ്ടായിരുന്നു. ആ
ആ പേര് ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രചരണം നടത്തിയത്. വളരെ വലിയ മുന്നൊരുക്കങ്ങളുണ്ടായി. എന്നാൽ വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമം നടന്നതായും ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. പല BJPയുടെ ആളുകളും മറ്റു പ്രദേശങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ വോട്ടുള്ളവർ വ്യാപകമായി വലിയ ഹൗസിംഗ് കോളനികളെ, വലിയ ഫ്ലാറ്റ് കോംപ്ലക്സുകളെ ഒക്കെ തന്നെ മുൻനിർത്തി വോട്ടുകൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മാറ്റിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ കൃത്രിമമായിട്ടുള്ള BJPയുടെ ജയിക്കാനുള്ള അടവുകൾ അവിടെ കേന്ദ്രീകരിച്ച് അവർ നടത്തി. എന്നാൽ അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഒരു സിനിമാ സ്റ്റാർ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ മലയാള സിനിമാ രംഗത്ത് ഏറെ പേരെടുത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പേരും BJPയുടെ ഈ കൃത്രിമമായിട്ടുള്ള വോട്ടുണ്ടാക്കിയുള്ള ഇടപെടലും അതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ BJPയുടെ വിജയത്തിലേക്ക് നയിച്ചത്. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകൾ, മുൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു. അങ്ങനെ വ്യാപകമായി UDFൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി. അത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ വോട്ടുകളാണ് പോയത്. ഒരുപക്ഷെ സുരേഷ് ഗോപിയിലെ സിനിമാ നടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക്, ആ ഒരു കലാകാരന് കോൺഗ്രസ്സിൽ ആഭിമുഖ്യമുള്ള ആളുകൾ വോട്ട് ചെയ്തതാവാം. അത് ഒരിക്കലും അത് BJPക്കാരന് കിട്ടിയിട്ടുള്ള വോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൽ മറ്റൊരു BJPക്കാരനും വിജയത്തിൻ്റെ അയലത്ത് പോലും എത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഇത് വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ ക്രിസ്ത്യൻ മുസ്ലിം വിരുദ്ധ പരാമർശത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന, ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടയുള്ള വാക്കുകൾ, സംസാരങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അതേ നാണയത്തിൽ ഇപ്പുറത്തുള്ള ആളുകളും അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാകൂ എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. അത് മുസ്ലിങ്ങളിലായാലും ശരി, വെള്ളാപ്പള്ളി നടേശനെ പോലെ സംസാരിക്കുന്ന മുസ്ലിം പക്ഷത്തുള്ള ആളുകളുമുണ്ട്. എപ്പോഴും മുസ്ലിം അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇത് മാത്രം പറയുന്ന ആളുകൾ. നമ്മൾ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് പറയേണ്ടത്. ആ ജനങ്ങളുടെ ഒരു ഭാഗമാണ് മുസ്ലിങ്ങൾ. ആ നിലക്ക് അധസ്ഥിതർ മുസ്ലിങ്ങൾ, അവർക്കും അവകാശങ്ങൾ കിട്ടേണ്ടതാണ്. അവർക്കും അവരുടേതായിട്ടുള്ള ന്യായമായും ലഭിക്കേണ്ടതാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശങ്ങൾ ലഭിച്ച് നമ്മളുടെ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംസ്ഥാനത്തിന് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുക, അങ്ങനെ കരുതാൻ കഴിയുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില CPM നേതാക്കളുടെ പരാജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി RSS പ്രവർത്തിക്കുമെന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ ഒരു സാധ്യത തള്ളിക്കളയാൻ വയ്യ. കാരണം പ്രഗത്ഭരായ മതനിരപേക്ഷവാദികളാണ് മുഴുവൻ CPMൻ്റെ നേതാക്കന്മാർ. അവരിൽ നന്നായി സംസാരിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, നല്ല നേതൃപാഠവുമുള്ളവരുണ്ട്. അവരെപ്പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിലസി നിൽക്കുന്നത് ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് RSSനെയും BJPയെയുമാണ്. അതുകൊണ്ട് തന്നെ അവരങ്ങനെയുള്ളൊരു തീരുമാനമെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ RSS BJP പ്രഭൃതികൾ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അത് നടന്നില്ല. സ്വരാജിൻ്റേത് മാത്രമാണ് അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. കാരണം സ്വരാജ് കേരളത്തിൻ്റെ മതനിരപേക്ഷ നാവാണ്. സ്വരാജിൻ്റെ പ്രസംഗങ്ങളാവട്ടെ, എഴുത്താവട്ടെ, എല്ലാം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ചാപ്പകുത്തി അല്ലെങ്കിൽ സീലുകുത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലെ ഓഫീസ് ഉദ്ഘാടനത്തിന് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? മുസ്ലിം ലീഗുകാർക്ക് ഇപ്പോഴും കോൺഗ്രസ്സിനെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക്
തോന്നിയിട്ടുള്ളത്. കോൺഗ്രസ് വാളയാർ പാലത്തിനപ്പുറത്ത്, വാളയാറിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്ന പ്രശ്നം ഇല്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK മുന്നണിയിലാണ്, മുസ്ലിം ലീഗും DMK മുന്നണിയിലാണ്. അവിടെ കോൺഗ്രസ് ആയിരുന്നു മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് എങ്കിൽ മുസ്ലിം ലീഗിനെ സഖ്യത്തിൽ കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ തെളിവാണ് കർണാടകയിൽ, കേരളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് കർണാടക. അവിടെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മുന്നണിയിൽ മുസ്ലിം ലീഗിനെ അവർ സഖ്യകക്ഷിയാക്കിയിട്ടില്ല. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമാക്കിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിനെ അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ലീഗിനെ അംഗീകരിക്കുന്നത്. നിൽക്കക്കള്ളിയില്ലാതെ, ഏതൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ അവർക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കും, ആ നിമിഷം അവർ മുസ്ലിം ലീഗിനെ ഒഴിവാക്കും. പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും മുതിർന്ന നേതാക്കളോ അവിടേക്ക് വന്നില്ല. അവിടേക്ക് വന്നത് മലയാളിയായിട്ടുള്ള KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ വരുന്നു എന്നുള്ളത്, ഒരു കോൺഗ്രസ് നേതാവ് വരുന്നു എന്നുള്ളതിനേക്കാൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവ്, ലീഗുകാർ പലതവണ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാൾ വരുന്നു എന്നേ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഡൽഹിയിലെ ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം, ലീഗ് വളരെ ആറ്റുനോറ്റ് സംഘടിപ്പിച്ച പരിപാടിയാണത്. ആ പരിപാടിയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നേതാവും തിരിഞ്ഞു നോക്കാതിരുന്നത് ലീഗിനോട് ആത്യന്തികമായി കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്.